അരാംകോ അപ്രൂവ്ഡ് ആയിട്ടുള്ള NDT ടെക്നീഷ്യൻ്റെ ജോബ് ഒന്ന് നോക്കിയാലോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. റിവ്യൂവിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം, എന്തൊക്കെ സാലറിയാണ് അതിന് വരുന്നത്, എത്ര സാലറിയാണ് കിട്ടുന്നത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കാനായിട്ട് പോകുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ടെക് വേ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങളോട് ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇതിലൂടെ നന്നാക്കാനായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റിൽ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്താണ് ശരിക്കും NDT ഫുൾ ഫോം എന്ന് പറയുന്നത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ NDT ടെക്നീഷ്യന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രണ്ട് ബീമോൾ തമ്മിൽ വെൽഡ് ചെയ്യണത്, അതുപോലെ വലിയ വലിയ പൈപ്പുകളൊക്കെ ഇല്ല, നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലൊക്കെ വലിയ വലിയ പൈപ്പുകൾ ഉണ്ടായിരിക്കും, നമ്മുടെ ക്രൂഡ് ഓയിലൊക്കെ പോകണതന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പൈപ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിലൊരു ചെറിയൊരു ലീക്ക് വരാനായിട്ട് പാടില്ല, ക്രാക്ക് വരാനായിട്ട് പാടില്ല ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് വരുന്നത് QCമാരായിരിക്കും. QCമാർ എങ്ങനെയാണ് നമ്മുടെ ഇത് ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലി ആണ് അത് ഇൻസ്പെക്ട് ചെയ്യുക, എന്നിട്ടാണ് അതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ NDTക്ക് അത് കൈമാറും. NDT ഇത് വിഷ്വലി അല്ല ചെക്ക് ചെയ്യുക. NDT ചെക്ക് ചെയ്യുക അവർക്ക് കിട്ടിയിട്ടുള്ള അവരുടെയിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും, അതിനുള്ള മിഷനറീസ് ഉണ്ടായിരിക്കും, ഇതൊക്കെ വെച്ചിട്ടാണ് അവരത് ചെക്ക് ചെയ്യുക. ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെൽഡ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടാണ് ഇവർ വെൽഡ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു മെറ്റലിനെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളായിട്ടാണ് ഇവർ വെൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് വെൽഡ് ചെയ്യുന്ന ഭാഗത്തല്ലാണ്ട് വേറെ ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ട് വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിന് ദോഷമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മുടെ അരാംകോയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഫെറോസിറ്റി വരാണെന്നുണ്ടെങ്കിൽ, ക്രാക്ക് വരാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് വരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് കാറ്റിനടിക്കാൻ പാടില്ല. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളെ വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ടും അവർ നല്ല ഉറപ്പ് വരുത്താനായിട്ട് QCമാരുണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മുടെ NDT ടെക്നീഷ്യന്മാരുണ്ടായിരിക്കുക. NDT ടെക്നീഷ്യന്മാർ ഇതിൻ്റെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഉറപ്പായതിനു ശേഷം മാത്രമാണ് ആ ഒരു വെൽഡ് പാസ്സായി എന്ന് അവർ അപ്രൂവൽ ചെയ്യുക. ഈ അപ്രൂവൽ ചെയ്ത ശേഷമാണ് നമ്മുടെ QCമാർ അത് അപ്രൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഇതിൽ വരുന്നുണ്ട്. UT വരുന്നുണ്ട്, RT വരുന്നുണ്ട്, LPT ടെസ്റ്റ് വരുന്നുണ്ട്, MPT ടെസ്റ്റ് വരുന്നുണ്ട്. ടെസ്റ്റുകൾ പറയുകയാണെങ്കിൽ കുറേ അധികം ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ മെറ്റൽസ് കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യില്ലേ, ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട് പല ഈ വെൽഡിങ്ങിനും പലതരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇവർ യൂസ് ചെയ്യുക. ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചവറ് പോലെ പറയാൻ കിടക്കുകയാണ്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ അധികം പറഞ്ഞ് നീട്ടിക്കുന്നില്ല. ഇങ്ങനെ ഒരു കോഴ്സ് ഉള്ളത് NDT എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയോട് പറയുന്നത്. ഒരു NDT ടെക്നീഷ്യൻ വിത്ത് അരാംകോ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അരാംകോന്റെ ഭാഗത്തുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? അരാംകോ ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ലെവൽ 2 ആയിരിക്കണം NDT ടെക്നീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്. ലെവൽ 2 ആണ് ഒരു വിധത്തിലുള്ള എല്ലാവരും എടുക്കുന്നത്. ലെവൽ 2 എടുത്തു കഴിയുമ്പോൾ നമുക്ക് ടെക്നീഷ്യൻ ആവാനായിട്ട് സാധിക്കും, NDT ടെക്നീഷ്യൻ ആവാനായിട്ട് സാധിക്കും. പിന്നെ ലെവൽ 2 എടുത്തതിന് ശേഷം എക്സ്പീരിയൻസ് ആയ ശേഷം നമുക്ക് ലെവൽ 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ NDT കോർഡിനേറ്റർ ആവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അരാംകോന്റെ അപ്രൂവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇന്ത്യൻ്റെ ക്വാളിഫിക്കേഷൻ വേണമെന്ന് അവർ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ NDTയുടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ലെവൽ 2 മിനിമം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരാംകോന്റെ അപ്രൂവൽ കിട്ടുന്നത്. പിന്നെ അരാംകോന്റെ അപ്രൂവൽ കിട്ടാനായിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിനു വേണ്ടി കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരാംകോന്റെ ഇതിന് ഇന്ന ക്വാളിഫിക്കേഷൻ ആണെന്ന് പറയണില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കമ്പനി നമ്മളതിനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം, ഡിഗ്രി കഴിഞ്ഞിരിക്കണം, BTech കഴിഞ്ഞിരിക്കണം. ഇതൊക്കെ കഴിഞ്ഞിരുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ BTech കഴിഞ്ഞവർ വരെ ഈ മേലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ബേസിക് തന്നെ നല്ല സാലറി നമുക്ക് കിട്ടും. ഞാൻ ഏറ്റവും ഈ നാട്ടിലെ NDT എന്ന് പറഞ്ഞപ്പോൾ വലിയ സാലറി ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, സേഫ്റ്റിക്കാളും കൂടുതൽ സാലറി NDT ടെക്നീഷ്യന്മാർക്ക് തന്നെ കിട്ടുന്നുണ്ട്. അധികം ക്വാളിഫിക്കേഷനും പറയുന്നില്ല. ഒരു ഡിപ്ലോമ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ കിട്ടും. അത്രയും നല്ലൊരു ജോബാണ് നമ്മുടെ NDT ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അരാംകോന്റെ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ലെവൽ 2 എന്ന് പറഞ്ഞുള്ള ഈ NDT ടെക്നീഷ്യന്റെ കോഴ്സ് ഇല്ല, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അരാംകോന്റെ എക്സാം ഉണ്ടായിരിക്കും, തിയറി എക്സാം ഉണ്ടായിരിക്കും, പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരിക്കും.
വൈബ് ഇതിനെ ഇല്ലാന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, മെയിൻ ആയിട്ട് പ്രാക്ടിക്കൽ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നമുക്ക് 2 ജോയിന്റ് തന്നിട്ട് അതിന്റെ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ, അത് പാസ് ആവേണ്ടതാണോ, അത് ഫെയിൽ ആവേണ്ടതാണോ, അത് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ അവർ തരും, അലംക്കാർ തരും. അപ്പൊ അതിലൊക്കെയാണ് ഇവര് കൂടുതലായിട്ട് പിടിക്കുക. പാസ്സായി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സാധനങ്ങൾ കമ്പനി തരും. അതേപോലെ തന്നെ ഇതിന് ചെറിയൊരു സ്കില്ല് കൂടി വേണം കേട്ടോ. ഒരു NDT ടെക്നീഷ്യന്റെ സാലറി എന്ന് പറയുന്നത് 3500 സൗദി റിയാൽ മുതൽ 4500 സൗദി റിയാൽ വരെ സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് കിട്ടും കേട്ടോ. അരാംകോന്റെ അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അരാംകോന്റെ അപ്രൂവൽ ഒന്നും ഇല്ലാണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും കമ്പനികളൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1500 സൗദി റിയാൽ മുതൽ തന്നെ സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് കിട്ടും. ഇനി അരാംകോന്റെ അപ്രൂവൽ കിട്ടിയിട്ട് എന്താണ് ഈ 3500 4500 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോ കമ്പനിയുടെ ഡിപ്പെൻസ് അപ്പോൺസ് ആണ്. അതായത് ഇപ്പൊ ഒരു കമ്പനി 3500 കൊടുക്കാം, ഒരു കമ്പനി 8000 വരെ കൊടുക്കാം ബേസിക് ആയിട്ട്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന കമ്പനിയുടെ അനുസരിച്ചിരിക്കും ആ ഒരു ബേസിക് സാലറിയുടെ കാര്യങ്ങൾ തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ബേസിക് സാലറി ആണ് ഇതെല്ലാം പറഞ്ഞത്. ഇതിന്റെ OT കൂടി ചേർക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ലക്ഷങ്ങൾ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ NDT ആ ഒരു ടെക്നീഷ്യൻ എന്നുള്ള ഒരു ജോബിന്റെ ഒരു ഇത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ NDT ടെക്നീഷ്യൻ ആയിട്ട് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ NDTയുടെ കോഴ്സ് ആയിട്ടുള്ള ലെവൽ 3 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ NDT കോർഡിനേറ്റർ ആവാത്തതാണ്. ഏത് കോഴ്സ് എടുക്കായാലും ഏതൊരു ജോബിന് പോവായാലും നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിന്റെ കാര്യം നമ്മുടെ അരാംകോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് നല്ല ഫ്ലൂവൻ്റ് ആയിരിക്കണം. നല്ല ഫ്ലൂവൻ്റ് അല്ലെങ്കിലും ഏകദേശം ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും എടുത്തില്ലെങ്കിലും ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കുക, അല്ലാതെ ഇംഗ്ലീഷ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് ഇത്തരത്തിലുള്ള ജോബിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് കിട്ടുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പിന്നെ വേറൊരു കാര്യം ഞാൻ വീഡിയോയുടെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഞാൻ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം അതൊക്കെ നോക്കിയതിന് ശേഷം ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം.